ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്സിന് അത് മാറാനുള്ള ക്രീമിനെ പറ്റിയിട്ട്. ഒരു മെഡിക്കേറ്റഡ് ക്രീമായിരുന്നു. അപ്പൊ അതിന് കുറച്ചൊക്കെ കമന്റ്സ് വന്നു, അതിന് കുറെ സൈഡ് എഫക്ട്സ് ഉണ്ട്, അതിന് എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്, കുഴപ്പമുണ്ടെന്നൊക്കെ. അപ്പൊ ഞാൻ ആദ്യം പറയാണ്, അത് എനിക്കും എന്റെ ഫ്രണ്ട്സിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ, വേറെ നമുക്ക് അതിൻ്റെ അകത്ത് ഒന്നും ആ ക്രീം പ്രൊമോട്ട് ചെയ്ത് നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല. അപ്പൊ അതൊരു നമുക്കൊരു നല്ലതല്ലേ, നമുക്കൊരു റിസൾട്ട് കിട്ടുന്ന 4 പേര് അറിയുകയാണെങ്കിൽ അവർക്കും കിട്ടിക്കോട്ടെ എന്നുള്ളൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പേടിയുണ്ടെങ്കിൽ ആ ഒരു ക്രീമിനെ പറ്റിയിട്ട് ഡൗട്ട് ഉള്ളവർ ആരും അത് യൂസ് ചെയ്യണ്ട കേട്ടോ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു പാച്ച് ടെസ്റ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു 1 or 2 days നമ്മൾ എവിടെയെങ്കിലും ഒരു സ്കിന്നിന്റെ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പം തോന്നുകയാണെങ്കിലും അല്ല എപ്പോഴെങ്കിലും കുഴപ്പം തോന്നുകയാണെങ്കിലും ഒക്കെ കംപ്ലീറ്റ്ലി നിർത്തണം. പേടിയുള്ളവർ ആരും അത് യൂസ് ചെയ്യേണ്ട തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ പിന്നെ അതിൽ രണ്ടാമത് വന്നിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് 1-2 ക്വസ്റ്റ്യൻ ആണ്, ഒരു ഹൈപ്പർ പിഗ്മെന്റേഷന്റെ ക്രീമിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് അത് എത്ര കുറവാണെങ്കിലും എനിക്കത് ഭയങ്കര വാല്യുബിൾ ആണ് കേട്ടോ. ഞാൻ അതിന് എത്ര റിസർച്ച് ചെയ്തിട്ടായാലും അന്വേഷിച്ചിട്ടായാലും എന്റെ കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് അത് കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കും. അത് ഇനി ആയാലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്താണെന്നും അതിന്റെ ക്രീം എന്താണെന്നും അതിന് റിസൾട്ട് കിട്ടുന്നൊക്കെ ഞാൻ കൂടുതൽ അന്വേഷിച്ചിട്ട് തന്നെയുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ? ഹൈപ്പർ പിഗ്മെന്റേഷന് കരിമംഗലി എന്ന് പറയും. അത് ഈ ഡാർക്ക് സ്പോട്ട് പോലത്തെ ഒരു ചെറിയൊരു കാര്യമൊന്നുമല്ല, കുറച്ച് സീനാണ് സംഭവം. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറിൽ അവിടെ ഇവിടെ കുറച്ച് കുത്തുണ്ടാവും, അത്രയേ ഉള്ളൂ. പക്ഷെ ഈ കരിമംഗലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയ, മൂക്കിന്റെ ഭാഗം, നെറ്റിന്റെ അവിടെ, ഇതൊക്കെ നമുക്ക് ഒരു കരി ഇങ്ങനെ തേച്ച പോലെ ഇരിക്കും. ഒരു വലിയൊരു ഇതിൽ നമുക്ക് ഒരു വലിയ മറുക് ഉണ്ടായ അങ്ങനെ ഉണ്ടാവും. ആ ഒരു രീതിയിൽ നമുക്ക് ഇത് എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇതിനാണെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ള റെമഡീസ് ഇല്ല, നമുക്ക് ഈസി ആയിട്ട് റിസൾട്ടും കിട്ടില്ല. മറ്റേതുപോലെ കുറച്ച് പ്രയാസമാണ് വന്നിട്ടുണ്ട്. അത് വന്നവർക്ക് അറിയാം, വീട്ടിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അറിയാം. ഇത് പോകാൻ വേണ്ടി കുറെ മെനക്കെടണം. അപ്പൊ എന്റെ അമ്മയ്ക്കാണ് കേട്ടോ വന്നത്, എനിക്കല്ല. എന്റെ അമ്മയ്ക്ക് 50 വയസ്സുള്ളപ്പാണ് ഇത് ആദ്യമായിട്ട് വന്നത്. അപ്പൊ ആദ്യമൊന്നും കാര്യമാക്കിയില്ല, പിന്നെ അതിങ്ങനെ കൂടി വരാൻ തുടങ്ങി, ശ്രദ്ധിക്കാഞ്ഞിട്ട് തന്നെ. പിന്നെ അമ്മയ്ക്കും ഇതുപോലെ തന്നെ ഒരു പൗഡർ അല്ലാതെ അതിലപ്പുറത്തേക്ക് ഒരു സാധനം നമ്മൾ ഫേസിലൊന്നും യൂസ് ചെയ്യാത്ത അങ്ങനത്തെ ഒരാളാണ്. ഭയങ്കര പേടിക്കാം. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, അന്വേഷിച്ചിട്ട് കറ്റാർവാഴ, മഞ്ഞൾ, അങ്ങനത്തെ അരിവേപ്പ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഹോം റെമഡീസ് ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും ഏശാൻ പോകുന്നില്ല. ഇതിന് റിസൾട്ട് കിട്ടിയവരുണ്ടാവുമായിരിക്കും, പക്ഷെ അങ്ങനെയൊന്നും അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഫൈനലി നമ്മൾ തീരുമാനിച്ചു, ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, കൂടുന്നേ ഉള്ളൂ, പറയുന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഡോക്ടേഴ്സിനെ പോയി കണ്ടിട്ടോ. ഡോക്ടേഴ്സ് 1-2 ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ആദ്യത്തെ വലിയ റിസൾട്ട് ഇല്ല, രണ്ടാമത്തത് റിസൾട്ട് ഇല്ല, അങ്ങനെ പോയി കാര്യം. എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ തരുന്നത് ഈ ട്രെറ്റിനോൾ എന്ന് പറഞ്ഞിട്ടുള്ള ക്രീമാണ് എൻ്റെ ഓർമ്മയിൽ അവർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ട്രെറ്റിനോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും കുറെ ഒരു ബാഡ് ഇമേജ് ഉണ്ട് കേട്ടോ. ഞാൻ കുറെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ആൾക്കാരൊക്കെ ഭയങ്കര മോശം പറയുന്നു. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊക്കെ നമുക്ക് ഡെർമറ്റോളജിസ്റ്റ് തന്നെയല്ലേ തരുന്നത്. നമുക്ക് അത്രയും മോശമാണെങ്കിൽ അവരിങ്ങനെ നമുക്ക് ഇതാക്കുവോ? അപ്പൊ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇതിനെ കൊണ്ട് ഉണ്ടായിട്ടില്ല, പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. ഒരു കുറച്ച് കാലത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫെയ്ഡ് ആവുന്നല്ലാതെ നമ്മളൊക്കെ അത് പോവുന്നേ ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തി അമ്മയ്ക്കാണെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാവരും പറയാൻ തുടങ്ങി, അയ്യോ എന്താ ഇങ്ങനെയെന്നുള്ള ഒരു രീതിയിൽ ചോദിച്ച് നമുക്കത് നമ്മളെ കോൺഫിഡൻസിനെ എഫക്ട് ചെയ്യുമല്ലോ. ആ ഒരു രീതിയിലെത്തി. അങ്ങനെ ഫൈനലി ഞാൻ കുറെ അന്വേഷിച്ചു, എനിക്ക് അറിയുന്നവരോട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു നല്ല ഡോക്ടറെ, നല്ല ക്ലിനിക്, ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തെത്തി. അങ്ങനെ തന്നിട്ടുള്ള ഒരു ക്രീമാണ് ഡെപ്പി വൈറ്റ്. അതാണ് ഇതിന്റെ പേരിട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, കാരണം ഞാനല്ലല്ലോ യൂസ് ചെയ്യുന്നത്, വീട്ടിൽ എൻ്റെ അമ്മ എൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15 ml ആണ് ഒരു ട്യൂബ്, 400 സംതിങ് ആണ്. അതിന്റെ ഹാഫോളം ഇപ്പൊ തീർന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റിസൾട്ട് എങ്ങനെയൊക്കെയാ വന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഫസ്റ്റ് വീക്ക് ആയപ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വിസിബിളി ഒരു ചേഞ്ച് നമുക്ക് ഫസ്റ്റ് വീക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ വീക്ക് എത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു പകുതി തന്നെ ഒന്ന് ഫേഡ് ആയെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എടുത്ത് പറഞ്ഞ് കാണുന്ന ആ ഒരു ലെവലിൽ നിന്ന് പോയിട്ടേ ഉണ്ട്. നല്ല മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ നല്ല മാറ്റമുണ്ട്. ഇത്രയും മാറ്റം നമുക്ക് ഇത്രയും കാലം ഒരു ക്രീം യൂസ് ചെയ്തിട്ട്, കുറച്ച് ഞാൻ പറയില്ലേ, കുറെ കൊല്ലം ഇത് വന്നിട്ട്, കുറെ ക്രീം യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഞാനിത് ചെയ്യുന്നത്. എനിക്കറിയാം ഹൈപ്പർ പിഗ്മെന്റേഷനുള്ള നിങ്ങളിൽ പലരും ഇത് പലത് ട്രൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ, വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് 100% സേഫ് ആണ് കേട്ടോ. ഇതൊരു ഡൗട്ടേ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ എത്ര വേണേൽ റിസർച്ച് ചെയ്തോളൂ, ഏത് ഡോക്ടറോട് ചോദിച്ചോളൂ, ഇത് സേഫ് ആണ്. എന്നാലും പേടിയുള്ളവരുണ്ടാവും. എന്താ വെച്ചാൽ ഈ കെമിക്കൽസിനോട് പൊതുവേ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, യൂസ് ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ സേഫ്റ്റിന്റെ കാര്യം ഇത്രയാണ് കേട്ടോ, സേഫ്റ്റിന്റെ കാര്യം. പിന്നെ ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എവിടെയാണോ ഇത് അഫക്ട് ചെയ്ത ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം തേച്ചിട്ട്
ദിവസം 2 നേരം, രാത്രിയും പിന്നെ പകല് നിങ്ങൾ അധികം വെയിൽ കൊള്ളാതെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്തുമാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് വാഷ് ചെയ്യാം. രാത്രിയാണെങ്കിൽ അത് നമുക്ക് ഫുൾ നൈറ്റ് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേന്ന് ഒരു ലെയർ ഇട്ടാൽ മതി, ചെറുതായിട്ട് ലെയർ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ട രീതി. അപ്പം ഇങ്ങനെ ഡെയിലി 2 നേരം വെക്കണം. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വെയിൽ കൊള്ളരുത്. വെയിൽ കൊള്ളുകയാണെങ്കിൽ തന്നെ നല്ലൊരു സൺസ്ക്രീൻ, ഒരു SPF 50++ ഉള്ള ഏതെങ്കിലും ഒരു നല്ല സൺസ്ക്രീൻ എന്തായാലും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. പുറത്ത് പോവുകയാണെങ്കിൽ, വീട്ടിൽ നിന്നാണെങ്കിലും വേണം കേട്ടോ. വീട്ടിൽ നമ്മളൊന്ന് പുറത്ത് വെള്ളം എടുക്കാണെങ്കിൽ പുറത്ത് ഇറങ്ങുന്ന ആ ഒരു വെയിലിന്റെ മതി നമ്മൾ ഇതൊക്കെ ബാധിക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആസിഡ് അടങ്ങിയിട്ടുള്ള ഈ ക്രീംസ് ഉണ്ടാവല്ലോ, ഈ ക്രീമിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്വിനോൺ ആസിഡ്, ട്രെറ്റിനോയിൻ, അങ്ങനത്തെ ആസിഡ്സ് ആണ്, മൈൽഡ് ആയിട്ടുള്ള ആസിഡ്സ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ആസിഡ് ക്രീമിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നവര് ഏത് ക്രീമായാലും, ക്രീമോ സീറോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ വെയിൽ കൊള്ളരുത്. വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായിട്ട് മാറും. അപ്പൊ എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. എത്ര ശ്രദ്ധിച്ചാലും അമ്മ അറിയാതെ കുറച്ച് നേരമൊക്കെ നല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മിസ്സായാലോ നമ്മളെ ഇത് ഉണ്ടല്ലോ, നമ്മൾ ഇരട്ടിക്കും ഈ കറുപ്പ്. അത്രയും നമുക്ക് എടുത്തു കാണാം. നമ്മൾ പുറത്തു പോയി ഇങ്ങോട്ട് വന്ന ഗ്യാപ്പിൽ നമുക്ക് മനസ്സിലാവും, അയ്യോ കറുത്തതായി കിടക്കുന്നുണ്ട് ആ ഒരു ഇത്, ഇങ്ങനെ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ വെയിലിനെ പേടിക്കണം കേട്ടോ. ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്ന കാലയളവിലെങ്കിലും നിങ്ങൾ കഴിയുന്നതും ഈ കൊട, സൺസ്ക്രീനോ അല്ലെങ്കിൽ ഒരു ഷോളോ അല്ലെങ്കിൽ മാസ്കോ, എന്തായാലും ഞാൻ ഇപ്പോഴും മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് പുറത്ത് പോകുന്നത്. ഞാൻ അധികം വെയിൽ കൊള്ളൂല, എനിക്ക് പ്രശ്നമാണ്. ഞാൻ സ്കിന്ന് നന്നായി അത്യാവശ്യം കെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതാണ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇത് ഓവറോൾ സ്കിൻ ബ്രൈറ്റനിങ്ങിന്, വെളുക്കാൻ, അതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യേണ്ട, മുഖത്ത് മുഴുവനായിട്ട് ഇത് യൂസ് ചെയ്യേണ്ട. എവിടെയാണ് എഫക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, വെറുതെ വലിയ റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കണ്ട. പിന്നെ ഇത് ഡാർക്ക് സർക്കിൾസിന് വരെ പറ്റുന്നതാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതും ചിലർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, അഥവാ ഡാർക്ക് സർക്കിൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ കണ്ണടയ്ക്കുമ്പോൾ ഈ കൺപീലിയിൽ തട്ടുമല്ലോ ക്രീം, അങ്ങനെ ഉള്ളിലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത്രയും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളവർ മാത്രം അതിനുള്ള അത്രയും വലിയ റിസ്ക് എടുക്കാൻ മുതിർന്നാൽ മതി. അല്ലാത്തവർ അത്രയൊന്നും ചെയ്യണ്ട. നമ്മൾ ഡാർക്ക് സ്പോട്ട്, മെലാസമ, ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഇങ്ങനത്തെ ഈ സംഭവങ്ങൾക്ക്, കറുത്ത പാടുകൾക്കാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കുറെ ഇത് യൂസ് ചെയ്തിട്ട് അവസാനം നമുക്ക് ഫൈനലി ഒരു റിസൾട്ട്, ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ല, നല്ലതല്ലാതെ ഇതിനെ പറ്റി ഇത്രയും നല്ലതൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ 15 ml എന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്യൂബാണ്, കാര്യമായിട്ടൊന്നും ഉണ്ടാവൂല. അപ്പോൾ അത് അത്രയാണ് ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. 400 to 500 ആ റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് ഉള്ളത്. മിക്കവാറും എല്ലാ ഫാർമസിയിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു, ഞാൻ ചോദിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് എത്ര കാലം യൂസ് ചെയ്യണം എന്നുള്ള അടുത്ത ഡൗട്ട് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു 2 to 6 months, മാക്സിമം 6 months വരെ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് ഇതെന്നല്ല, നമ്മൾ ഏത് ക്രീം എടുത്താലും നമുക്കൊരു ടൈം പീരീഡ് ഉണ്ട്. നമുക്ക് ലൈഫ് ലോങ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാനൊന്നും പാടില്ല. നമുക്ക് എപ്പോഴാണ് റിസൾട്ട് കിട്ടുന്നത്, കംപ്ലീറ്റ് ഓക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് നിർത്തണം. അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം പിന്നെയും തുടങ്ങണം. അങ്ങനെ എന്തെങ്കിലും ആണ് ചെയ്യാൻ പറ്റില്ല. നമുക്കിത് എപ്പോഴും നമ്മളെ സ്കിന്നിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. ഒരു ക്രീമും പാടില്ല, ഇങ്ങനത്തെ ക്രീമുകളൊന്നും. അപ്പോൾ മാക്സിമം 6 months അതിനുള്ള റിസൾട്ട് കിട്ടേണ്ടതാണ്. ഒരു 2 മാസം ആകുമ്പോൾ തന്നെ ഒരുവിധം എല്ലാം പോവും. പിന്നെ അത്രയും പഴക്കം ചെന്ന കരിമംഗല്യം ആണെങ്കിലേ ഉള്ളൂ നമുക്ക് 6 months വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, അതിലപ്പുറത്തേക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കേട്ടോ. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം ഇങ്ങനത്തതൊക്കെ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും ഇത് യൂസ്ഫുൾ ആവുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളെ കരിമംഗല്യം പോകുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലിവർ ടെസ്റ്റ് എടുത്തിരിക്കണം കേട്ടോ. ലിവറിന് പ്രശ്നം ഉണ്ടെങ്കിലാണ് നമുക്കിത് കാര്യമായിട്ട് വരിക. അങ്ങനത്തെ ഒരു ഇത് വരും. നമുക്ക് ഫാറ്റി ലിവറോ, ലിവർ സിറോസിന്റെ ഫസ്റ്റ് സ്റ്റേജ്, അങ്ങനെ എന്തെങ്കിലും ലിവർ സംബന്ധമായിട്ട് ഒരു ആരോഗ്യക്കുറവ് ഉണ്ടെങ്കിൽ അത് നമ്മളെ മുഖത്ത് കാണും, നമ്മുടെ സ്കിന്നിൽ അത് കാണാൻ തുടങ്ങും, നമ്മളെ കറുപ്പടിക്കും. എൻ്റെ ഒരു അങ്കിൾ ഉണ്ട്, ലിവർ സിറോസിസ് ആയിരുന്നു. അപ്പൊ എന്താന്ന് അത് ആദ്യം മനസ്സിലായിട്ടില്ല ആർക്കും. എന്താ വെച്ചാൽ ബോഡി വെളുത്തിട്ടും ഇങ്ങനെ കറുത്തിട്ടും കിടക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ലിവറിന്റെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ആ ഒരു ടെസ്റ്റ് എന്തായാലും എടുത്തിരിക്കണം. വേണമെങ്കിൽ ഇത് സ്റ്റാർട്ടിങ് തന്നെ ഒന്ന് എടുത്തോളൂ. കരിമംഗല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ ആരോഗ്യത്തിന്, നമ്മൾ എന്തെങ്കിലും ഒരു ഓർഗണിന് പ്രശ്നമുള്ളപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഓരോന്നൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പൊ ഇതാണ് എനിക്ക് അടുത്തത് പറയാനുള്ളത് കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ആണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, എത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ.